റോട്ട്വീലർ, ജർമ്മൻ ഷെപ്പേർഡ്, ലാബ്രഡോർ, ബീഗിൾ എന്നിങ്ങനെ ഡോഗ് ബ്രീഡ്സിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരുപാട് ബ്രീഡുകളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഈ ബ്രീഡുകളുടെയൊക്കെ ഏകദേശം രൂപം നിങ്ങളുടെ മനസ്സിൽ വന്നു കാണും. പക്ഷെ പൂച്ചകളുടെ ബ്രീഡുകളെ കുറിച്ച് അധികം ആരും അങ്ങനെ പറയാൻ സാധ്യതയില്ല. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന പൂച്ചകളുടെ ബ്രീഡൊക്കെ താഴെ കമന്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് പൂച്ച ബ്രീഡുകളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസസ്. നിങ്ങൾക്ക് അറിയാവുന്ന പൂച്ച ബ്രീഡുകൾ എന്ന് ആദ്യം പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ മനസ്സിൽ വിചാരിക്കാൻ സാധ്യതയുള്ള ബ്രീഡ് തന്നെ ആദ്യം തുടങ്ങി വയ്ക്കാം. പേർഷ്യൻ കാറ്റ്സ്. നല്ല വട്ടമുഖവും കുഞ്ഞു മൂക്കും നീളം മുടിയൊക്കെയുള്ള സുന്ദരന്മാരും സുന്ദരികളുമാണ് പേർഷ്യൻ കാറ്റ്സ്. ലോകത്തിലെ പോപ്പുലർ ആയിട്ടുള്ള ഡൊമസ്റ്റിക് കാറ്റ് ബ്രീഡ്സിൽ 5ാം സ്ഥാനമാണ് പേർഷ്യൻ കാറ്റ്സിന് ഉള്ളത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ ആ ഭാഗങ്ങളിൽ നിന്നാണ് ഈ പൂച്ച ഉത്ഭവിച്ചിരിക്കുന്നത്. ഈ ബ്രീഡിൽ തന്നെ 2 വെറൈറ്റി ഉണ്ട്. ഡോൾ ഫേസ്ഡ് അല്ലെങ്കിൽ മൂൺ ഫേസ് എന്ന് പറയുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള വെറൈറ്റിയും ഫ്ലാറ്റ് ഫേസ് അല്ലെങ്കിൽ പെക്കി ഫേസ് എന്ന് പറയുന്ന ട്രഡീഷണൽ വെറൈറ്റിനെ വീണ്ടും ബ്രീഡ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു വെറൈറ്റിയും. ഈ ഫ്ലാറ്റ് ഫേസ് എന്ന് പറയുന്ന പൂച്ചകൾക്ക് അവരുടെ മസിൽ ഭാഗം, അതായത് മൂക്കിന്റെ ഭാഗം കുറച്ചും കൂടെ താഴ്ന്നായിരിക്കും ഇരിക്കുന്നത്. പെക്കിനീസ് ഡോഗ്സിന്റെ പേരിൽ നിന്നാണ് ഈ പെക്കി ഫേസ്ഡ് വന്നത്. നായ്ക്കളിൽ നമ്മൾ സാധാരണയായി പറയുന്ന ബ്രാക്കിസെഫാലിക് ബ്രീഡ്സ്, പഗ്, പെക്കിനീസ് പോലെയുള്ള നായകളുടെ പോലെ ഇവരുടെ മൂക്ക് മുഖത്തിനോട് വളരെ പറ്റിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നായകളിൽ കാണുന്ന തരത്തിലുള്ള ശ്വാസതടസ്സം ഈ പൂച്ചകൾക്കും വരാൻ സാധ്യതയുണ്ട്. പൊതുവെ ശാന്തരായിട്ടുള്ള പൂച്ചകളാണെങ്കിലും ശല്യം ചെയ്യാൻ നിന്നുണ്ടെങ്കിൽ ഈ പൂച്ചകളും അവരെ ശാന്തത വിടും. ചുരുക്കി പറഞ്ഞാൽ തങ്ങളെ ബഹുമാനിക്കുന്നവരെ ഇവരും ബഹുമാനിക്കുന്നു. വീട്ടിനകത്ത് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റിലൊക്കെ വളർത്താൻ പറ്റുന്ന ബ്രീഡാണ്. പൊതുവെ ലോ മെയിൻ്റനൻസ് ആണെങ്കിലും ഇവരുടെ നീണ്ട രോമം ഒരു ഹൈ മെയിൻ്റനൻസ് ആണ്. എന്നും ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ബ്രീഡ് കൂടെയാണ് ഈ പൂച്ചകൾ. ബ്രഷ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവരുടെ രോമം മാറ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഇവരുടെ സ്കിന്നിനെയും വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നന്നായി ഇവരുടെ രോമം മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് പേർഷ്യൻ കാറ്റ്സിനെ വളർത്തുന്നവർക്ക്. പ്രൊഫഷണൽ ഗ്രൂമേഴ്സിന് തന്നെ സഹായം തേടേണ്ട അവസ്ഥ പലപ്പോഴും പേർഷ്യൻ കാറ്റ്സ് ഓണേഴ്സിന് ഉണ്ടാവാറുണ്ട്. ഇനി ലയൺ ട്രിം എന്ന് പറയുന്നത് ഈ പൂച്ചകൾക്ക് ചെയ്യുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്രൂമിങ് പാറ്റേൺ ആണ്. ഈ കെനൽ ക്ലബ്ബ് പോലെ പൂച്ചകൾക്ക് അവരുടെ ബ്രീഡിന്റെ സ്പെസിഫിക്സ് കൊടുക്കുന്നത് കാറ്റ് ഫാൻസിയേഴ്സ് അസോസിയേഷൻ ആണ്. ഈ കാറ്റ് ഫാൻസിയേഴ്സ് അസോസിയേഷന്റെ ഒരു ഫൗണ്ടേഷൻ ബ്രീഡ് കൂടിയാണ് പേർഷ്യൻ കാറ്റ്സ്. ക്യൂൻ വിക്ടോറിയയുടെ ഒരു ഇഷ്ട ബ്രീഡ് കൂടിയായിരുന്നു പേർഷ്യൻ കാറ്റ്സ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടനിൽ ഒരു റോയൽസിന്റെ അല്ലെങ്കിൽ അപ്പർ ക്ലാസിന്റെ ഫേവറേറ്റ് ബ്രീഡായി മാറിയായിരുന്നു പേർഷ്യൻ കാറ്റ്സ്. പൂച്ചകളിലെ ടെഡി ബെയർ എന്ന് പറയുന്ന ഒരു ബ്രീഡാണ് ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ. ആദ്യമൊക്കെ ഇവരെ രോമത്തിന്റെ കളറ് ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നതുകൊണ്ട് ബ്രിട്ടീഷ് ബ്ലൂ എന്നാണ് ഈ ബ്രീഡിനെ പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് പല നിറത്തിലുള്ള രോമങ്ങളിലും ഇവരെ കണ്ടു തുടങ്ങിയതിനു ശേഷമാണ് ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ എന്ന് പേരുമാറ്റം സംഭവിച്ചത്. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ മീശ തുടങ്ങുന്ന ഭാഗം അല്ലെങ്കിൽ വിസ്കർ പാഡ്സ് കുറച്ച് പൊങ്ങിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൂച്ചകൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. ലെവിസ് കാരോളിന്റെ ആലിസ് ഇൻ വണ്ടർലാൻഡില് ചെഷയർ കാറ്റ് ശരിക്കും ഒരു ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചിരിക്ക് ചെഷയർ കാറ്റ് ഗ്രിൻ അല്ലെങ്കിൽ ചെഷയർ കാറ്റ് സ്മൈൽ എന്നാണ് പറയുക. സാധാരണ പൂച്ചകളെക്കാട്ടും വലുപ്പമുള്ള പൂച്ചകളാണ് ഇവര്. ഏകദേശം 7 കിലോഗ്രാം വരെ ഇവര് വെയിറ്റ് വയ്ക്കും. വളർച്ച പക്ഷെ വളരെ മെല്ലെയാണ്. 3 മുതൽ 5 വയസ്സാവുന്നതോടുകൂടിയാണ് ഇവർ പൂർണ്ണ വളർച്ചയിൽ എത്താറുള്ളൂ. ചെറുപ്പത്തിൽ കുസൃതികളാണെങ്കിലും വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫാമിലി കാറ്റ്സ് ആണ് ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ. ശരീരഭാരം കൂടുതലുള്ളവരായതുകൊണ്ട് കിച്ചൺ ക്യാബിനറ്റിൽ ചാടി കയറാനോ അല്ലെങ്കിൽ അവിടെയുള്ള പാത്രങ്ങൾ തട്ടി മറിച്ചിടാനോ ഒന്നും ഇവർ ശ്രമിക്കാറില്ല. ബ്രിൻ ബബു ലിറ്റിൽ മൊണാർക്ക് പേര് പറഞ്ഞ് കൊളാക്കിയില്ല എന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ എനി ബ്രീഡ് ചാമ്പ്യൻഷിപ്പില് ഗ്രാൻഡ് ചാമ്പ്യനായ ബ്രിട്ടീഷ് ഷോർട്ട് ഹെയറിന്റെ പേരാണിത്. അതുകൊണ്ട് തന്നെ ഈ ലിറ്റിൽ മൊണാർക്ക് ലീനിയേജിലുള്ള പൂച്ചകൾക്ക് ഭയങ്കര ഡിമാൻഡാണ് ബ്രിട്ടനിൽ. ഇനി പൂച്ച എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം കടന്നു വരുന്ന ടോം ഒരു ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ ആണ്. വീഡിയോ ഇനിയും അധികം നീട്ടുന്നില്ല. ബാക്കി ബ്രീഡുകളെ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. ഇനി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ബ്രീഡുകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.